ഇതെന്താണ് സംഭവം? ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ഹാജി സാഹിബിനോട് പറയണം, ഒരു ഗ്രൗണ്ട് ചൂണ്ടിക്കാട്ടിയിട്ട് നിയമസഭാ മണ്ഡലം പിടിച്ചടക്കാൻ നോക്കുന്ന അത്ര നിസ്സാരക്കാരാണോ വേങ്ങരക്കാരെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നുള്ളതുകൊണ്ട് പറയാണ്, അത് തെറ്റിദ്ധരിക്കണ്ട. അങ്ങേക്ക് വേങ്ങരയിൽ ഒന്ന് സഞ്ചരിച്ചാൽ മതി. വേങ്ങരയിലെ ഹെൽത്ത് സെന്റർ നിൽക്കുന്ന 1 ഏക്കർ ഭൂമി വാളീക്കൽ അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന കരുണാർത്ഥനായ മനുഷ്യൻ സൗജന്യമായിട്ട് കൊടുത്തത്. അവിടെയാണ് സർക്കാർ ആശുപത്രി നിൽക്കുന്നത്. വേങ്ങരത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഫീസ് കെട്ടിടം നിൽക്കുന്നത് ഈ അബ്ദുള്ള ഹാജി സൗജന്യമായിട്ട് കൊടുത്ത ഭൂമിയിലാണ്. വേങ്ങര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കുഞ്ഞുട്ടിയാക്കി ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ. അദ്ദേഹം ഭരിക്കുന്ന വേങ്ങര പഞ്ചായത്തിന്റെ ഭൂമി ഈ അബ്ദുള്ള ഹാജി സൗജന്യമായിട്ട് കൊടുത്തതാണ്. ICDS സംവിധാനം നിൽക്കുന്ന ഭൂമി സൗജന്യമായിട്ട് കൊടുത്തതാണ്. വില്ലേജ് ഓഫീസ് നിൽക്കുന്ന ഭൂമി ഒരാൾ സൗജന്യമായിട്ട് കൊടുത്തതാണ്. പോലീസ് സ്റ്റേഷൻ നിൽക്കുന്ന ഭൂമി ഒരാൾ സൗജന്യമായിട്ട് കൊടുത്തതാണ്. അങ്ങനെ കുറെ കരുണാകരമായ മനുഷ്യന്മാരുണ്ട് ഇവിടെ. ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് ലാഭക്കച്ചവടാക്കി തന്റെ കണക്ക് പുസ്തകത്തിൽ അതും വരവ് വെച്ചവരല്ല വേങ്ങരയിലെ പൂർവികന്മാർ എന്ന് വിസ്മരിക്കരുത്. അത് ലാഭക്കച്ചവടമാണ്, നല്ല ലാഭമാണ്. ഗാലറിയിൽ നിന്ന് ഉയരുന്ന ആരവം വോട്ടാകുമെന്ന് വിചാരിക്കുന്നവന്റെ അവസാനത്തെ മോഹവും തല്ലിക്കെടുത്തണം. രാഷ്ട്രീയത്തെ ചെറുതായിട്ട് കാണുന്നുവോ? രാഷ്ട്രീയത്തെ ഇങ്ങനെ നിസ്സാരമായിട്ട് കാണുന്നുവോ? ഞാൻ ഇവിടെ കണ്ണമംഗലത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ. കണ്ണമംഗലത്തെ ഹെൽത്ത് സെന്ററിൽ 65 സെന്റ് ഭൂമി കേരള ഗവർണറുടെ പേരിൽ എഴുതി കൊടുത്ത ഒരു മനുഷ്യൻ കണ്ണമംഗലത്ത് പാർക്കുന്നുണ്ട്. ഞാൻ ആ പേരൊന്നും ഇവിടെ പറയുന്നില്ല. അതിന്റെ തൊട്ടപ്പുറത്തൊരു ഡയാലിസിസ് സെന്റർ നിൽക്കുന്നുണ്ട്. 20 സെന്റ് ഭൂമി തന്നു അലീവിന്. 2 കോടിയോളം രൂപ മുടക്കിയിട്ട് അവിടെ സ്വന്തം പണം ഉപയോഗിച്ച് ഡയാലിസിസ് സെന്റർ ഉണ്ടാക്കി തന്നു. ഡയാലിസിസ് സെന്റർ 10 കൊല്ലമായി കൂട്ടരെ. ഒരു മാസം ആ ഡയാലിസിസ് സെന്റർ വർക്ക് ചെയ്യാൻ 7.5 ലക്ഷം രൂപ വേണം ഒരു മാസം. 10 കൊല്ലം 7.5 ലക്ഷം കണക്കൂട്ടി നോക്ക്. അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ഇവിടെ പാർക്കുന്നുണ്ട്. സൗജന്യമായിട്ട് കരുണാർദ്രമായ മനസ്സുമായിട്ട്. ഞാൻ ഇപ്പൊ വേങ്ങരത്തും കണ്ണമംഗലത്തും 2 ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ. പറപ്പൂരും ഒതുക്കുങ്ങലും AR നഗറും ഊരവും ബാക്കിയാണ്. നമുക്ക് പിന്നെ നേരം ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത്. 100 ബൈത്തുർ റഹ്മകൾ നിർമ്മിച്ചു കൊടുത്ത് അതിൻ്റെ അകത്ത് താമസമാക്കി കഴിഞ്ഞു. റീച്ചിന് വേണ്ടി റീൽസ് ചെയ്തിട്ടില്ല. ഈ ഇരിക്കുന്ന അലി അക്ബർ സാഹിബ് കൊടുത്തിട്ടുണ്ട് 5 ബൈത്തുർ റഹ്മ. മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി റീൽസ് ചെയ്തോ? ഒറ്റ കുറവേ ഇപ്പൊ ഞാൻ ഷാജി സാഹിബിന് കാണുന്നുള്ളൂ. മൂപ്പർക്ക് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഇല്ല, പക്ഷെ ഗോളടിക്കും. അസ്സലാമു അലൈക്കും.